ഞാൻ എൻ്റെ ലൈഫിൽ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ നോക്കുമ്പോൾ ഡ്രൈവ് ചെയ്യാൻ പഠിച്ചു എന്നുള്ള കാര്യത്തിൽ റിയലി പ്രൗഡാണ്. കോവിഡിന്റെ ടൈമിലാണ് ഞാൻ ഡ്രൈവ് ചെയ്യാൻ പഠിച്ചത്. അതുകൊണ്ട് തന്നെ നല്ല സമയമെടുത്ത് വളരെ പേഷ്യൻ്റ് ആയിട്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്യാൻ പഠിച്ചത്. ഡ്രൈവ് ചെയ്യാൻ പഠിക്കാനുള്ള മെയിൻ മോട്ടിവേഷൻ എൻ്റെ അമ്മയായിരുന്നു. അത് പഠിച്ചത് കൊണ്ട് തന്നെ ആസ് എ വുമൺ എനിക്ക് ഒരുപാട് പോസിറ്റീവ് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വൈ വിമൻ ഷുഡ് ലേൺ ടു ഡ്രൈവ് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇഫ് യു ആർ വാച്ചിങ് മീ, മേക്ക് ഷുർ യു ഗോ ലേൺ ഹൗ ടു ഡ്രൈവ്. ഞാൻ ഡ്രൈവ് ചെയ്യാൻ പഠിച്ച സമയത്ത് എൻ്റെ പേരൻസ് ഒന്നും എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഫുൾ ഗൈഡൻസ് എൻ്റെ ഡ്രൈവിംഗ് സ്കൂളിലെ ഇൻസ്ട്രക്ടേഴ്സ് ആയിരുന്നു. ആദ്യം പഠിക്കാൻ പോയെടുത്ത് ഞാൻ വണ്ടിക്കകത്തോട്ട് കയറി മിസ്റ്റേക്സ് ഉണ്ടാക്കുമ്പോൾ തൊട്ട് ആ സാർ എന്നെ വഴക്ക് പറയായിരുന്നു. നല്ല ഒച്ചത്തിൽ വഴക്ക് പറയായിരുന്നു. മിസ്റ്റേക്ക് ചെയ്യുന്നത് കൊണ്ടാണ് വഴക്ക് പറയുന്നതെന്ന് അറിയാം, പക്ഷെ എൻ്റെ ഉള്ളിൽ ഞാൻ പറയുമായിരുന്നു, അറിയാൻ വയ്യാത്തോണ്ടല്ലേ പഠിക്കാൻ വന്നത്, പഠിക്കുന്ന സമയത്ത് മിസ്റ്റേക്സ് ഉണ്ടാക്കും എന്നൊക്കെ ഞാൻ മനസ്സിൽ പറയായിരുന്നു. എന്തായാലും അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമതൊരു ഇൻസ്ട്രക്ടറിനെ കണ്ടുപിടിച്ചു. ആ സാർ വളരെ പേഷ്യൻ്റ് ആയിട്ടാണ് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. സോ മൈ ഫസ്റ്റ് ടിപ്പ് ഫോർ ഓൾ ഓഫ് യു ഇസ് വളരെ പേഷ്യൻ്റ് ആയിട്ട് നമ്മുടെ കൂടെ ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രക്ടറിനെ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ മൊത്തമായിട്ട് അത് ബാധിക്കും. ചിലപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യില്ല. അത് കഴിഞ്ഞ് ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞുള്ള സ്റ്റേജിൽ ഞാൻ ശരിക്കും ലക്കിയായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ആരും യൂസ് ചെയ്യാത്ത ഒരു കുഞ്ഞു വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടി എടുത്തുകൊണ്ട് വരാനുള്ള പെർമിഷൻ എൻ്റെ പേരൻസ് തന്നു. അപ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരുന്നത് കൊണ്ട് തന്നെത്താൻ കോൺഫിഡൻസ് കണ്ടുപിടിച്ച് തന്നെത്താൻ ഡ്രൈവ് ചെയ്ത് പഠിക്കേണ്ട അവസ്ഥയായിരുന്നു. എന്നാൽ പോലും എൻ്റെ ഫാദർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്നെ ശരിക്കും ബൂസ്റ്റ് ചെയ്തു. വണ്ടിയായ തട്ടും, ആൾക്കാർക്ക് ഉപദ്രവമോ ഫിസിക്കലി ഹേർട്ട് ആവാത്തിടത്തോളം കാലം ബാക്കി എന്ത് പ്രോബ്ലം വന്നാലും സോൾവ് ചെയ്യാന്ന് പറഞ്ഞു. അത് ശരിക്കും എനിക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു. അങ്ങനെ ആദ്യമൊക്കെ പതുക്കെ അടുത്തുള്ള ഡിസ്റ്റൻസ് ഒക്കെ ഞാൻ ഓടിച്ചു തുടങ്ങി. പതുക്കെ ഗ്രാജുവലി എൻ്റെ കോൺഫിഡൻസ് ഞാൻ ബിൽഡ് ചെയ്ത് ഇപ്പം ഞാൻ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എവിടെ വേണമെങ്കിലും ഡ്രൈവ് ചെയ്യും. ഡ്രൈവിംഗ് പഠിച്ചതുകൊണ്ട് എനിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായി. അതിൽ ആദ്യത്തേത് എൻ്റെ ഇൻഡിപെൻഡൻസ് ആൻഡ് ഫ്രീഡം. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഏത് സമയത്തും എവിടെ വേണമെങ്കിലും പോകാനുള്ള ഒരു ഓപ്ഷൻ എനിക്ക് കിട്ടി. ക്യാബ് നോക്കി നിൽക്കേണ്ട, ബസ് നോക്കി നിൽക്കേണ്ട. ഇനി വയ്യാത്തൊരു ദിവസമാണെങ്കിൽ എൻ്റെ സൗകര്യത്തിന് എനിക്ക് പോയിട്ട് തിരിച്ചു വരാം. എൻ്റെ ഫ്രീഡം ആൻഡ് എൻ്റെ ടൈം എനിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റി. നമ്പർ 2, സേഫ്റ്റി. നമ്മൾ യൂസ് ചെയ്യുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ചിലപ്പോൾ സേഫ് ആയിരിക്കും, പക്ഷേ നമ്മൾ എപ്പോഴും അലേർട്ടായിട്ടിരിക്കണം. പക്ഷേ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയ സമയം തൊട്ടിട്ട് ഒരു സ്ഥലത്ത് ട്രാവൽ ചെയ്ത് ആ സ്ഥലം എനിക്ക് സേഫ് അല്ല അല്ലെങ്കിൽ എനിക്ക് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുന്ന ആ മൊമെന്റിൽ എനിക്ക് എൻ്റെ വണ്ടി എടുത്ത് തിരിച്ചു വരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ സേഫ്റ്റി ഉറപ്പുവരുത്താനായിട്ട് ഡ്രൈവിംഗ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്പർ 3, എൻ്റെ വർക്കിൻ്റെ കാര്യത്തിൽ ഡ്രൈവിംഗ് പഠിച്ചത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കൊണ്ടുവിടാൻ ആരുമില്ല അല്ലെങ്കിൽ ദൂരം കൂടുതലാണ് എന്നുള്ള ഒരു കാര്യമൊന്നും ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം എനിക്കൊരു റെസ്ട്രിക്ഷനേ ആയിരുന്നില്ല. ഏത് ഡിസ്റ്റൻസ് വേണമെങ്കിലും ട്രാവൽ ചെയ്യാം, പോയിട്ട് സേഫ് ആയിട്ട് തിരിച്ചു വരാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ വർക്കിൽ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത് ഡ്രൈവിംഗ് പഠിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ എനിക്കൊരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ എപ്പോഴാണ് കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ പേരൻസിനെയൊക്കെ അവർക്ക് പോകേണ്ട സ്ഥലത്ത് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഡ്രൈവിംഗ് അറിയാവുന്നത് കൊണ്ട് വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോവുക. പിന്നെ ഇടയ്ക്കൊക്കെ എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ പള്ളിയിൽ കൊണ്ടുവിടാൻ പറ്റുമായിരുന്നു. അപ്പോൾ പള്ളി മുറ്റത്ത് കൊണ്ടുവിടുമ്പോൾ ഒരു പെൺകുട്ടിയാണ് വണ്ടി ഓടിച്ചതെന്ന് കണ്ട് പള്ളിയിലുള്ളവരെല്ലാം വളരെ ഫാസിനേഷനോട് കൂടി പള്ളിയിലെ ആൾക്കാർ നോക്കുന്നത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ്റെ കാര്യത്തിലും ഞാൻ ലക്കിയായിരുന്നു. അങ്ങനെ പല കാരണങ്ങളും കൊണ്ട് ഡ്രൈവിംഗ് പഠിച്ചത് ശരിക്കും എനിക്ക് യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ എൻ്റെ ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ സൈഡൊന്നും അത്ര സ്ട്രോങ് അല്ല. അങ്ങനെയുള്ള ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആർക്കും ഡ്രൈവ് ചെയ്യാൻ പഠിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ ലൈസൻസ് ഒക്കെ എടുത്ത് ഡ്രൈവ് ചെയ്യാൻ പേടിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്യാൻ പഠിച്ചോ.